ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെ, നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. ഒരു 5-8 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ ഒരു വഴുതനങ്ങ കറി വെക്കാൻ തുടങ്ങുക, ചപ്പാത്തിക്ക് കറിക്ക്. അതിന് വഴുതനങ്ങ അരിഞ്ഞ് ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ല കൂട്ട ഉപ്പിട്ട് ഞെരടി പിഴിഞ്ഞ് എടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അല്പം കൂടുതൽ ചുവന്നുള്ളി ചേർത്താൽ അത്രയും നല്ലതാണ്. എൻ്റെ കയ്യിൽ ചുവന്നുള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ 2 അല്ലിയെ ചേർക്കുന്നുള്ളൂ. വെളുത്തുള്ളി അതുപോലെ വേണം. ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. തക്കാളിക്കായ ചുമന്നുള്ളി, അല്പം വെളുത്തുള്ളി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണം. അല്പം ഗരം മസാലപ്പൊടിയും വേണം. അല്പം നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മൾ തക്കാളിക്കായും ചുവന്നുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഞാൻ പിഴിഞ്ഞ ശേഷം ആ പിഴിഞ്ഞ വഴുതനങ്ങായതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, നിങ്ങൾ വെച്ച് നോക്കണേ. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ വഴുതനങ്ങയ്ക്കകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് വഴന്ന ശേഷം അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുവാണ്. അല്പം ഒഴിച്ചിട്ട് പോരെങ്കിൽ വീണ്ടും ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്ര ചാറ് വേണ്ട അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി. ഞാനിതിനകത്തോട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതിനി ഒത്തിരി തിളയ്ക്കണ്ട. ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേനും നമുക്കിത് താത്ത് വെച്ച് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. വഴുതനങ്ങ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് നിസ്സാരം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ വെച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. വാങ്ങാൻ നേരം അല്പം കരിവേപ്പില ഇട്ട് വാങ്ങി വയ്ക്കും.